നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ എപ്പോഴെങ്കിലും നടക്കാതിരിക്കുന്നതിൻ്റെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? പ്രണയം തേടി, പണം തേടി, സമാധാനം തേടി മനുഷ്യർ അലയുകയാണ്. അതൊരു പൂമ്പാറ്റയെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എത്രയധികം നമ്മൾ പൂമ്പാറ്റയെ പിടിക്കാൻ ശ്രമിക്കുന്നോ അത്രയധികം അത് അകന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇതെൻ്റെ കഥയാണ്, ഒരുപക്ഷെ നിങ്ങളുടേത്. ആ സമയത്താണ് ഞാൻ ലൂയിസയുടെ പുസ്തകങ്ങൾ വായിക്കുന്നത്. എന്തിനെയാണോ നമ്മൾ തേടുന്നത് അത് അകന്നകന്ന് പോകും എന്നതിൽ പറയുന്നു. നിങ്ങൾ എന്തായിത്തീരുന്നോ അത് നിങ്ങളിലേക്ക് ഒഴുകും. എൻ്റെ വിവാഹശേഷം ഒരുപാട് സ്വപ്നങ്ങളുമായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന എനിക്ക് സ്നേഹത്തിന് വേണ്ടിയും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പണത്തിന് വേണ്ടി ഭർത്താവിൻ്റെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നു. നന്നായി പഠിക്കുമായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിൽ പേരുണ്ടായിട്ടും എൻ്റെ റാങ്കിന് തൊട്ട് മുന്നേ നിയമനം അവസാനിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. ആഗ്രഹങ്ങളെ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നി. ആഗ്രഹങ്ങളെ മുറുകെ പിടിക്കുന്നത് ചൊരിമണൽ മുറുകെ പിടിക്കുന്നത് പോലെയാണ്. എത്രത്തോളം മുറുകെ നമ്മൾ പിടിക്കുന്നുവോ അത്രത്തോളം അത് നഷ്ടമാവും. ഒരു മഴക്കാല സന്ധ്യയിൽ ഞാൻ ലൂയിസയെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യു അട്രാക്ട് വാട്ട് യു ആർ. നീ എന്താണോ അതാണ് നീ ആകർഷിക്കുന്നത്. എൻ്റെ ഹൃദയം എന്നോട് മന്ത്രിച്ചു, എല്ലാം നിന്നിലുണ്ട്. ഐ ഓൾറെഡി ഹാവ് ഇറ്റ് ഓൾ വിത്തിൻ മീ. എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്ന രീതി ഞാൻ ഉപേക്ഷിച്ചു. പകരം എനിക്കെല്ലാം നേടാനാവും എന്ന് ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് അതിനുവേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഈശ്വരനിലുള്ള പ്രപഞ്ചത്തിലുള്ള വിശ്വാസത്തിൽ ഞാൻ സർവം സമർപ്പിച്ചു. കേട്ടിട്ടില്ലേ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിൽ പറയുന്നത്, നിങ്ങൾക്കൊരു ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന ചെയ്യുമെന്ന്. പിന്നീട് സംഭവിച്ചത് ഒരു അത്ഭുതമായിരുന്നു. സ്നേഹം തേടി നടന്ന ഞാൻ സ്വയം പ്രണയിക്കാൻ തുടങ്ങി. ഐ ആം വർത്തി ഓഫ് റിലേഷൻഷിപ്സ്, ഐ ആം വർത്തി ഓഫ് ഹാപ്പി റിലേഷൻഷിപ്സ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. സന്തോഷമുള്ള സ്നേഹം തരുന്ന ബന്ധങ്ങൾക്ക് ഞാൻ അർഹയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഞാൻ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങി. അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുവാൻ തുടങ്ങി. കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കണമെന്ന് വാശി പിടിച്ചിരുന്ന ഞാൻ ദൈവിക സമയത്തിൽ വിശ്വസിക്കാൻ ആരംഭിച്ചു. പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്ന എന്നിലേക്ക് ചെറിയ ചെറിയ ജോലികളോടെ പണം ഒഴുകി വരാൻ തുടങ്ങി. ഇത് എൻ്റെ അനുഭവമാണ്, നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും എല്ലാം ചെയ്തു നോക്കി പരാജയപ്പെട്ടു പോയ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായത് ഈ കാര്യങ്ങളാണ്. ഇതിന് കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ഹീൽ ചെയ്യപ്പെടാത്ത മുറിവുകളുണ്ട്. ആ മുറിവുകൾ ഉണക്കപ്പെട്ടാൽ മാത്രമേ എല്ലാം നമ്മളിലേക്ക് ഒഴുകി വരികയുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ വിശദമായി പറയാം. കണ്ണടച്ച് ശ്വാസമെടുക്കൂ. എൻ്റേതായതെല്ലാം എന്നിലേക്ക് വരുമെന്ന് ഉറച്ചു വിശ്വസിക്കൂ. തീർച്ചയായും വരും. എന്തായിരുന്നു നിങ്ങൾ തേടിയത്? സ്നേഹമോ പണമോ? കമൻറ്റ് ചെയ്യൂ. നമുക്ക് ഒരുമിച്ചിരിക്കാം, ഒരുമിച്ച് വളരാം. ലവ് യു ഓൾ മൈ ഡിയേഴ്സ്. താങ്ക്സ് ഫോർ ലിസണിങ്.